ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഈ ഗ്യാസ് നമ്മൾ ഈ ബയോഗ്യാസ് ആണ് ഈ കത്തിക്കുന്നത്. നമ്മുടെ പെട്രോളിയം ഗ്യാസിനേക്കാളും നല്ല ചൂടാണ്. വേഗം ഇത് നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പൈസ പോലും ചിലവില്ല. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് മാത്രം മതി. കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബയോഗ്യാസിൻ്റെ പ്ലാന്റ് എത്ര പേര് വീട്ടിലുണ്ട്? ഇപ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അല്ലേ? കാരണം ഗ്യാസ് കിട്ടാനില്ല, ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര വില, യുദ്ധം. അപ്പോൾ ഇപ്പോൾ അതായത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മുടക്കുമ്പോൾ ഒരു 10, 15, 20,000 രൂപ മുടക്കിയാൽ ഇത് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. അതിനകത്ത് ഇടാൻ പറ്റില്ലാത്ത ചില സാധനങ്ങളുണ്ട്, അത് മാത്രം. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മുഴുവനും വേറൊരു തടത്തും ഇടാതെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാൻ പറ്റും. തന്നെയല്ല, നമുക്ക് ഇതിനകത്ത് ഗ്യാസ് നിറഞ്ഞിരിക്കുക. അതാണ് ഇങ്ങനെ ഈ ജാറിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്യാസ് നമുക്ക് തീ കത്തിക്കാൻ എടുക്കാം. ഒരു ചെറിയ കുടുംബത്തിലൊക്കെ നമുക്ക് ഇത് ഒരു 1-2 മണിക്കൂറൊക്കെ ഇത് കിട്ടും നമുക്ക്. അത് മതിയല്ലോ പാചകം ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ലാഭങ്ങളാണ്. നമ്മുടെ വേസ്റ്റ് പോകും, പിന്നെ നമുക്ക് പാചക ഗ്യാസ് കിട്ടും. അതുകൂടാതെ നമുക്ക് വളവും കിട്ടും. വളമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വരുന്ന സ്ലറി എന്ന് പറഞ്ഞാൽ വളരെ പ്ലാന്റുകൾക്ക് വളരെ നല്ലതാണ്. അതിനകത്ത് അങ്ങനെ നേരിട്ട് ഒഴിക്കാൻ പാടില്ല. അത് എന്താ പറയുക, അത് ഡൈല്യൂട്ട് ചെയ്ത് തന്നെ ഒഴിക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻലെറ്റ്. ഇതിൽ കൊണ്ട് വേണം നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഇത് ചാമ്പങ്ങയാണ് കേട്ടോ. ധാരാളം ചാമ്പങ്ങ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ലറി എന്ന് പറയുന്നത്. നമ്മളൊരു ബക്കറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി. ഇതിൻ്റെ ഔട്ട്ലെറ്റിൽ അതിനകത്തേക്ക് നമ്മളൊന്നും അറിയേണ്ട, വീണിരിക്കും. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിതിനകത്ത് 5-6 ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ. എന്നിട്ട് വേണം ഒഴിക്കാനായിട്ട്. എല്ലാ പ്ലാന്റിനും, പച്ചക്കറികൾക്കാണെങ്കിലും എന്താ പറയുക, പൂച്ചെടികൾക്കാണെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാ പച്ചക്കറികളും എന്താ മുളകിൻ്റെ ചെടികൾ, തക്കാളി, വഴുതന, എല്ലാം പച്ചക്കറികളോട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കുറച്ച് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. വേനൽക്കാലമാണ് ഈ സ്ലറി ഒഴിക്കാൻ ഏറ്റവും നല്ലൊരു സമയം. ഇപ്പോൾ ഗ്യാസിനൊക്കെ ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് ഇത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വളത്തിന് വേണ്ടിയും കാശ് കളയേണ്ട. തന്നെയല്ല, ഇത് നല്ല ഓർഗാനിക് വളം കൂടിയാണ്. ഉണ്ടോ, ചീനിയിലൊക്കെ നല്ല നിറച്ച് മുളകുണ്ട്. അപ്പോൾ ഇത്രമാത്രം ചെടികളുള്ളവർക്കും അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും എല്ലാത്തിനും ഈ ഒരു വളം മതി. ഒരു 4-5 പേരുള്ള വീട്ടിലാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇതുപോലെ ഉപയോഗിക്കാം. അതായത് ഒരു 10 സെൻറ്റ് സ്ഥലം, ഇല്ലെങ്കിൽ പോട്ടെ 5 സെൻറ്റ് സ്ഥലമാണെങ്കിൽ പോലും ഉള്ളവർ ഇങ്ങനെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വണ്ടി പോകുന്ന സൗണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.